ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? എനിവൺ എൽസ്? ആരെങ്കിലും ഉണ്ടോ ലൈവില്? We are telling your followers that you have started live video. Hang on, we are telling more followers to join your video. ആരെയും കാണുന്നില്ലല്ലോ. Anyone else? ആരെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ട് ആരെയും തന്നെ കാണുന്നില്ല. ഞാനിപ്പോൾ ലൈവിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണല്ലോ ലൈവിൽ വന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ആരെയും കാണുന്നില്ല, ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. ബിനു ഹായ്. വേറെ ആരെയും കാണുന്നില്ല. ഓക്കെ, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, മുല്ലപ്പെരിയാർ വിഷയം തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം വന്നിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി വരെയും വന്നിട്ട് അവരതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവർ വെറും ഒരു സംസാരത്തിൽ മാത്രം ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളും കൂടെ വന്നിട്ടുണ്ട്, ജാക്സൺ സൂപ്പർ സ്റ്റൈൽ. അപ്പം ഇവരിതിന് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഇവര് അത് ശരിയാക്കുക എന്നുള്ളതാണ്. ആ ഒരു എന്താ പറയാ, ആ ഒരു ഇതിന് അവര് തുനിയുന്നില്ല. പക്ഷെ അവര് വെറുതെ വന്നിട്ട് കുറച്ച് പേര് വന്ന് സംസാരിച്ചു, ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് അവര് പോവുകയാണ് അവരുടെ പാട്ടിന്. അല്ലാതെ ആ മുല്ലപ്പെരിയാർ ഇങ്ങനെ സംഭവിച്ചു അതിന് വേണ്ടിയിട്ട് ഇറങ്ങി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരായാലും ശരി തന്നെ, അതല്ല ഈ ഇതിന്റെ അല്ലാതുള്ള ആൾക്കാരായാലും ശരി തന്നെ, ഉയർന്ന ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ, മന്ത്രിമാരായാലും ശരി തന്നെ, അത് ശരിയാക്കാനായിട്ട് ഉദ്യമിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് അറിഞ്ഞൊരു സംഭവമാണ്. ഇനി ഏകദേശം ഒരു 90 ദിവസം, അതായത് ഒരു 19 days മാത്രമേ ഉള്ളൂ ഈ ഒരു ഡാമിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്. അത് ഒരു വല്ലാത്തൊരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പൊ ഇതിപ്പോ ടോട്ടലി എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്, ഇതിനെതിരെ ഒരുപാട് പേര് വന്ന് പ്രതികരിക്കുന്നുണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഇത് കണ്ടിട്ട് കാണാത്ത രീതിയിലാണ് ആൾക്കാർ, എന്താ പറയാ, ഇതിൽ ഉയർന്ന ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ. കാരണം 90 days എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ കുറച്ച് ഭാഗമൊക്കെ ഇപ്പോൾ ഏകദേശം, അതായത് ബാക്ക് സൈഡില് ഏകദേശം ഇപ്പൊ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവിടെ അടുത്തുള്ളവരൊക്കെ തന്നെ വളരെയധികം പേടിച്ച് വിഷമിച്ച് ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക, ഇതിൽ എന്താ സംഭവിക്കുക എന്നറിയാത്ത രീതിയിൽ വളരെയധികം എന്താ പറയാ, വളരെയധികം ഭയാനകമായിട്ട് അത്രയും പേടിച്ചാണ് അവർ കഴിയുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, ഈ ഒരു 90 daysനുള്ളിൽ ഇത് തകരുകയാണെന്നുണ്ടെങ്കിൽ എത്ര ജീവനായിരിക്കും ആപത്ത് സംഭവിക്കുക എന്നുള്ളത് അല്ലേ. എത്ര ജീവനായിരിക്കും അതിൽ പോകുന്നത്, എത്ര ജില്ലകളായിരിക്കും, ഏകദേശം ഒരു 6 ജില്ലകളോളം എന്തായാലും ഇല്ലാതാവും. കാരണം ഇപ്പൊ റീസെന്റ് നടക്കുന്ന സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. റീസെന്റ് ഇപ്പൊ നടക്കുന്ന സംഭവമാണ് ആ ഒരു സൈഡിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സംഭവം. ഇത് കുറെ ദിവസം കൊണ്ടേ റസൽ ജോയി എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് കുറെ ദിവസം കൊണ്ടേ ഇതിനെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹം വന്ന് ഇതിനെതിരെ ഒരുപാട് പ്രതികരിച്ച് അത്രയും ഇതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആ റസൽ ജോയി എന്ന് പറയുന്ന അദ്ദേഹം വന്ന് ഇത് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സ്വാമി, അതിന് സപ്പോർട്ടീവായിട്ടൊരു സ്വാമി നിൽപ്പുണ്ട്, അവിടെ വേറെ കുറെ പ്രവർത്തകരുണ്ട്, ഇവരെല്ലാരും വന്നിട്ട് ഇതിനെതിരെ പറയുന്നുണ്ട്, നിങ്ങളിത് ശരിയാക്കൂ, ഇത് ശരിയാക്കൂ. അവർ പല രീതിയിൽ അതിന് വേണ്ടിയിട്ട് അവർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും മന്ത്രിമാരടക്കം എല്ലാവരും വന്നിട്ടും വെറുതെ വന്നിട്ട് കുറച്ച് എന്താ പറയാ, കുറച്ച് പ്രതികരിച്ചു. ജസ്റ്റ് ഒന്ന് വന്നിട്ട് അവര് ഇങ്ങനെ നമുക്കത് ശരിയാക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവര് പോയി എന്നല്ലാതെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആ മുൻകരുതലുകൾ, അല്ലെങ്കിൽ നാളെ തന്നെ നമുക്കിത് ശരിയാക്കാനുള്ള പണികൾ തുടങ്ങി വെക്കാം, അങ്ങനെ ഒരു ഇതിലോട്ട് പോയിട്ടില്ല.
കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പം 19 ഡേയ്സ് അതാണ് പറയുന്നത്. 19 ഡേയ്സ് വെറും 19 ഡേയ്സ് മാത്രമാണ് ഇനി നമ്മുടെ ആ ഒരു ആയുസ് എന്നാണ് അവർ പറയുന്നത്. ഈ പ്രകൃതിക്കാണെങ്കിൽ അത് താങ്ങി നിർത്തുന്നതിന് ഒരു ടൈം ഉണ്ടല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 6 ജില്ലകളാണ്, 1, 2 അല്ല, 6 ജില്ലകളാണ്. 6 ജില്ലകളിലുള്ള മനുഷ്യരാണ് മരിക്കാൻ പോകുന്നത്. ഇത് പൊട്ടി തകരുകയാണെന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല, ഈ ഒരു വെള്ളത്തിന്റെ ഫോഴ്സ് പോയിട്ട് പെട്രോൾ പമ്പ് ഉണ്ട്, ഗ്യാസ് ഏജൻസീസ് ഉണ്ട്, ഇതെല്ലാം പൊട്ടിത്തകരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു 6 ജില്ലയിൽ അതിൽ കൂടുതൽ ജില്ലകള് വെള്ളത്തിനടിയിലാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കർണാടകയിൽ ഈ ഒരു ഇത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ കടലിൽ പതിക്കുന്ന വെള്ളം നേരെ കർണാടകയിൽ പോയിട്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവാനുണ്ട് ചാൻസ് ഉണ്ട്. അവിടെയും കുറെ പേര് മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതില് ഈ ജനങ്ങൾ അതിൽ വീഴുമ്പോ ഈ ജനങ്ങളുടെ എന്താ പറയാ, ഈ ജനങ്ങളുടെ ശവശരീരങ്ങൾ അഴുകിയിട്ട് അതിൽ നിന്നുള്ള ഇതൊക്കെ വന്നിട്ട് നമുക്ക് മറ്റുള്ള ജില്ലകളില് ഈ പറയുന്ന വേറെയുള്ള ജില്ലകളിലുള്ളവർക്കൊക്കെ പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടായി മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കേരളം മൊത്തത്തില് ടോട്ടലി നമ്മുടെ കേരളം എന്താ പറയാ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ്. അവര് വന്നു, ഇപ്പൊ പ്രധാനമന്ത്രി ആയാലും നരേന്ദ്രമോദി ആയാലും വന്നു, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചു, വെറുതെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് എടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കാന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് മുല്ലപ്പെരിയാർ. ഞാൻ ഇതിനു മുന്നേ ലൈവ് വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തെക്കുറിച്ച്. മുല്ലപ്പെരിയാർ ഇത്രയും ഒരു പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഇതിനു മുന്നേ ലൈവ് വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് മനസ്സറിഞ്ഞിട്ട് ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്ന ആ ഒരു സാഹചര്യം അല്ല ഇത്, അല്ലേ? അപ്പം ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് വരണമെന്ന് കരുതിയതല്ല. പക്ഷെ പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞു ലൈവ് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി അത് ശരിയാണ്, എനിക്ക് ഇത് ലൈവ് ചെയ്യണമെന്ന് തോന്നി. അപ്പം പെട്ടെന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇതാണ്. കാരണം നമ്മുടെ കേരളം മൊത്തത്തിൽ എത്ര ജില്ലകളാണ്? 6 ജില്ലകളാണ്. ഈ ഒരു ഡാം വല്ലതും പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ പോകുന്നത് ഈ 6 ജില്ലകളായിരിക്കും. അത് നമുക്ക് വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ജില്ലകളില് ഇപ്പൊ 6 സംസ്ഥാനങ്ങളാണ് പോകുന്നതുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇത് ബാധിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ ഇത്രയും പേര് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് സാംക്രമിക രോഗങ്ങളൊക്കെ മറ്റു ജില്ലയിലുള്ളവർക്കും പടർന്നു പിടിച്ചിട്ട് അങ്ങനെയും കുറെ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് എങ്ങനെയെങ്കിലും അതിന് അധികാരപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് പ്രവർത്തിക്കുക. അതായത് വെറുതെ വന്നിട്ട് എന്താ ചെയ്യുന്നത്, വെറുതെ വന്ന് കുറച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയാലും നമ്മുടെ മന്ത്രിമാരായാലും വന്ന് വെറുതെ വന്ന് കുറച്ച് സംസാരിച്ചിട്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് എന്താ പറയാ, ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവര് മുൻകൈ എടുത്ത് ഇറങ്ങിയില്ല എന്നുള്ളതാണ്. അതായത് നാളെ തന്നെ നമുക്ക് ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കാം എന്ന് കരുതുന്നില്ല അവര്. അപ്പോൾ വളരെയധികം പേടിയുണ്ട്. നമ്മളൊക്കെ എത്ര നാള് ജീവിച്ചിരിക്കുമോ എന്നുള്ളത് തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇപ്പൊ എത്ര പേരാണ് ഇതിനെതിരെ വന്ന് പ്രതികരിച്ച് പറയുന്നത്, എത്ര പേരാണ്. പക്ഷെ എന്നിട്ടും ഇത് കേട്ടിട്ടും ആരും എന്താ പറയാ, ഇതിനെ കുറിച്ച് ഇത് വന്ന് പ്രതികരിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ വന്നിട്ട് ഇതിന് എതിരെയായിട്ട് ഒരു എന്താ പറയാ, ഇത് പ്രതികരിച്ചിട്ട് കൂടി അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവര് സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതൊരു വല്ലാത്തൊരു കഷ്ടമാണ്.
കാരണം നമുക്ക് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കലികാലമാണ്. ഈ കലികാലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി എല്ലാം മൊത്തത്തിൽ നമുക്ക് പ്രശ്നങ്ങളാണ് അല്ലെ. അത് മാത്രമല്ല, ടോട്ടലി പ്രശ്നങ്ങളുടെ കാര്യം മാത്രമല്ല, നമുക്ക് എന്താ പറയാ, ഇപ്പോ ഈ ഓരോരുത്തര് എന്തെല്ലാം തെറ്റുകളാണ് ചെയ്യുന്നത്. തെറ്റുകളുടെ കാര്യം പോട്ടെ, അതിനെക്കാട്ടിലും വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, വലിയ വലിയ തെറ്റുകൾ. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ മുന്നേ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല പല പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ഭൂമി തന്നെ നമുക്ക് മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആവുന്ന രീതിയിലുള്ള ആ പ്രവർത്തികളൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ ക്ഷേത്രാചാരങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ക്ഷേത്രാചാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ആ ഒരു ടൈമില് അതിനെയൊക്കെ മാറ്റിമറിച്ച്, അതായത് പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നുള്ള ആ ക്ഷേത്രാചാരങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പൊ അവരുടേതായ ഇഷ്ടത്തിന് ഓരോ ക്ഷേത്രാചാരങ്ങളൊക്കെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറഞ്ഞ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലെ അപകടമൊക്കെ അന്ന് അങ്ങനെ സംഭവിച്ചതാണ്. 2016 അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അപ്പൊ അന്ന് ഇതേപോലെ ക്ഷേത്രത്തില് അവിടെ ചുറ്റുമതിൽ കെട്ടരുത് എന്ന് പറഞ്ഞു. പക്ഷെ അവർ ചുറ്റുമതിൽ കെട്ടി. പുറത്ത് കുറെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ക്ഷേമ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ പിടിച്ച് അകത്ത് പ്രതിഷ്ഠിച്ചു. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തപ്പോ ഇതെല്ലാം നെഗറ്റീവ്സ് ആയിട്ട് വന്നു. അതൊന്നും ചെയ്തുകൂടാത്ത കാര്യങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തപ്പോഴാണ് ഈ അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് സൂചന ഉണ്ടായതാണ്. അതായത് എന്താ പറയാ, ആനയുടെ തിടമ്പ് വന്ന് വീണിട്ടുണ്ടായിരുന്നു. ആനയുടെ തിടമ്പ് വന്ന് വീണപ്പോഴേ ഒരു സൂചന കൊടുത്തതാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനയുടെ തിടമ്പ് വന്ന് വീണു. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലക്ടർ ഓർഡർ ഇട്ടതാണ്, ഇത് നടത്തരുത്, ഈ ഒരു കമ്പം നിങ്ങൾ നടത്തരുത് എന്ന് ഓർഡർ ഇട്ടതാണ്. എന്നിട്ട് പോലും അവരത് കേൾക്കാതെയാണ് നടത്തിയത്. എന്നിട്ട് ആ മതിലൊന്നും പണ്ട് ഇങ്ങനെ ഒരു മതിലൊന്നും ഇല്ലായിരുന്നു. അത്രയും വിസ്താരമായിട്ട് അത്രയും നല്ല രീതിയിൽ കിടന്ന ഒരു ക്ഷേത്രമായിരുന്നു അത്. ഇതൊക്കെ മാറ്റിമറിച്ചു. അങ്ങനെ മാറ്റിമറിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് പല പല കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരോ കാര്യങ്ങൾ. അപ്പൊ ഇത് മനസ്സിലാക്കാന്നുള്ളതാണ്. അപ്പം ഇത്രത്തോളം ഇതിൽ എത്ര പേര് വന്നിട്ടുണ്ടോ അത്രയും പേരും എങ്ങനെയെങ്കിലും ഈ എന്താ പറയാ, ഈ ഒരു അപകടം ഉണ്ടാവുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഇനിയും ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു അപകടം ഉണ്ടാവുന്നതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്, അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ നിങ്ങളെ കൊണ്ട് കഴിവതും ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അധികാരപ്പെട്ട അധികാരികളാണ്, തീർച്ചയായിട്ടും ഇതിന് അധികാരപ്പെട്ട അധികാരികളായിരിക്കണം ഇത് എന്താ പറയാ ശരിയാക്കേണ്ടത്. പക്ഷെ അവരതിനു വേണ്ടിയിട്ട് അവര് വെറുതെ അത് സംസാരിച്ച് ഒരു ഇതാക്കി പോണോന്നല്ലാതെ ഇതിനു വേണ്ടിയിട്ട് അവര് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പറയുന്നുണ്ട് ഡാം ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ 8 വർഷത്തോളം എടുക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ 8 വർഷത്തോളം 9 വർഷത്തോളം എടുത്തോട്ടെ, ആയിക്കോട്ടെ. പക്ഷെ ഇത്രയും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാമല്ലോ, ഇത്രയും ജനങ്ങളുടെ ജീവനും അവരുടെ സ്വത്തും രക്ഷിക്കാമല്ലോ, അവരുടെ ജീവൻ, മറ്റു സ്വത്തുക്കളല്ല, അവരുടെ ജീവൻ രക്ഷിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടെങ്കിലും ഇത് തുടങ്ങുക, ആ ഒരു പണി തുടങ്ങുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ വന്ന് സംസാരിച്ചു പോയിട്ട് യാതൊരു കാര്യമില്ല. അത് ആർക്ക് വേണമെങ്കിലും വന്ന് ചർച്ച ചെയ്തിട്ട് പോവാവുന്നതേ ഉള്ളൂ. ഇതിന്റെ വെള്ളം ഇനിയിപ്പോ അന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, മഴ പെയ്ത സമയത്തൊക്കെ ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് ഒക്കെ വന്ന ടൈമിൽ ഈ ഡാമിൽ നിന്ന് കുറെ വെള്ളം നമ്മൾ ഒഴുക്കി വിട്ടിട്ട് കുറെ പേരെ അവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ചെയ്യാനായിരിക്കും അവരിപ്പോൾ ശ്രമിക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ തുറന്നു വിട്ടത് കൊണ്ട് മാത്രം തീരുന്നൊരു പ്രശ്നമാണോ ഇവിടെ ഈ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. അത് ശരിയാക്കുക തന്നെ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്ര മനുഷ്യരുണ്ടാവും, എത്ര കുഞ്ഞുങ്ങളുണ്ടാവും, പൊടി കുഞ്ഞുങ്ങൾ വരെ അതിൽ കാണും, എത്ര ഒന്നും അറിയാത്തവർ കാണും. തെറ്റ് ചെയ്തവരുടെ കൂടെ തെറ്റ് ചെയ്യാത്തവരും കൂടിയാണ് ഇതിൽ പെട്ടുപോകുന്നത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ, അല്ലേ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനെതിരെ എത്ര പേർക്ക് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് എത്ര പേർക്ക് ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും, അത്രയും പേര് ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കുക. ഇനിയിപ്പോ എത്രയോ പേര് ആ റസൽ ജോയിക്ക് അദ്ദേഹത്തിനേക്ക് നമ്മൾ അത്രയും ദൈവതുല്യനായിട്ട് കാണണം. കാരണം ഇത്രയും മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, ഇത്രയും മനുഷ്യരുടെ ജീവന് വേണ്ടിയിട്ടാണ് അദ്ദേഹമൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ ആ അദ്ദേഹത്തേക്ക് നമ്മൾ അത്രയും ദൈവത്തെ പോലെ കണ്ട് മനസ്സിലാക്കേണ്ട വ്യക്തിത്വങ്ങൾ
ദൈവങ്ങളാണ് ആ സ്വാമിയൊക്കെ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വളരെയധികം, നമ്മുടെ മനുഷ്യരാശി എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് പോവാന്നുള്ളതാണ്. നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം നിങ്ങളുടെ ഏത് മതമോ ഏത് ജാതി എന്തോ ആയിക്കോട്ടെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിനല്ലേ കഴിയുള്ളൂ. നമുക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് അവരുടെ അടുത്ത് പോയി ഒന്നിനും നമുക്ക് കഴിയുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ഇനി ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് അവർ ആ പ്രവൃത്തിയിലേക്ക് വരട്ടെ, അവരത് ശരിയാക്കട്ടെ. നാളെയെങ്കിൽ നാളെ തന്നെ അതിന് ശരിയാക്കുന്നതിന് അതിന് തുടക്കം കുറിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളത് നോക്കാം. ബിനു ജാക്സൺ, Akshara Makesh, I am from the heaven, Mrijlal, Raju, Achu, Dopomon, Ashwati, Muttu, Shashidharan, Ramesh. ഓക്കെ, അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ട്, ആർക്കും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഡാം എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.